തുടർഭരണം സംബന്ധിച്ച് സച്ചിദാനന്ദ സാറ് കഴിഞ്ഞ ദിവസം എഴുതിയത് വേറെ ചർച്ചയായിരുന്നു. ഇന്ന് ടീച്ചറും ടീച്ചറിന്റെ അഭിപ്രായം ഈ വിഷയത്തിൽ രേഖപ്പെടുത്തി കണ്ടു. എന്താണ് ഈ വിഷയത്തിൽ ഇതൊക്കെ പറയാൻ വേറെ കാലമായി രാഷ്ട്രീയ വീക്ഷിക്കുകയാണ്? സച്ചിദാനന്ദ മാഷ് പറഞ്ഞത് ഞാനും ശ്രദ്ധിച്ചിരുന്നു. നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി സംസാരിക്കുമ്പോൾ ഉള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ നാശം ഏതാണ്ട് പൂർണ്ണമാകുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ഉള്ളത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അതിൻ്റെ ലക്ഷ്യവും അതിൻ്റെ സ്വപ്നവുമായിരുന്ന ജനാധിപത്യത്തെ ഏതാണ്ട് ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അത് കേന്ദ്ര ഭരണത്തിലായാലും സംസ്ഥാനങ്ങളുടെ ഭരണത്തിലായാലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജനങ്ങളുടെ ശബ്ദം ഏറ്റവും കൂടുതൽ പ്രീണനമൊന്നും ഇല്ലാതെ കണ്ട് ഉയർന്നു വരേണ്ട ഒരു സമയം ആണ്. അപ്പോൾ എഴുത്തുകാരായാലും പിന്നെ സാംസ്കാരിക പ്രവർത്തകരായാലും അതുപോലെ തന്നെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവയ്ക്കുന്ന എല്ലാവരും തന്നെ അവരുടെ ശബ്ദം കേൾപ്പിക്കണം. ജനാധിപത്യത്തിൽ അവരുടെ ശബ്ദം നമ്മൾ ഇതുവരെ കേട്ടിരുന്നില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ വിധേയരാണ്. അങ്ങനെയാണ് ജനാധിപത്യത്തിൻ്റെ നാശത്തിലേക്ക് നമ്മൾ വളരെ വേഗത്തിൽ നടന്നെടുത്തത്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഈ തുടർഭരണത്തെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതാണ്. തുടർഭരണം മാറണം, അത് നല്ലതാണ്. കാരണം പിന്നെ തുടർച്ചയായിട്ട് പിന്നെ ഒരേ താളത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് അതൃപ്തികരമാവുമ്പോൾ അതിനൊരു മാറ്റം വരേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കേരളത്തിലെ മാറി മാറി കുത്തുക എന്ന് പറയുന്നൊരു ശീലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാര്യത്തിൽ മാത്രമാണ് തുടർച്ചയായിട്ടത് അങ്ങനെയാണ് പോയത്. അപ്പോൾ മാറി മാറി കുത്തലെ ഒരു തരത്തിലെ രാഷ്ട്രീയം എന്നതിനെ പറയാൻ പറ്റില്ല. ജനങ്ങൾ ഒരു രക്ഷ തേടുന്നു എന്നുള്ളത് മാത്രമേ അതിനർത്ഥമുള്ളൂ. വളരെ മാറുന്നത് ജീർണിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു അവരുടെ ബംഗാളിലായാലും എല്ലായിടത്തായാലും നമ്മൾ കാണുന്നത് അവർ തൊഴിലാളി വർഗ സർവാധിപത്യം അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ വിമോചനം, സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞു വരികയും രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച് അവർ ഭരണാധികാരത്തിലേക്ക് വരുമ്പോൾ അവരുടെ പാർട്ടി ഏകാധിപത്യ പ്രവണത പ്രകടിപ്പിക്കുന്നത് നമ്മൾ കാണുന്നത്. ഏകാധിപത്യത്തിലേക്ക് അത് പോകുന്നത് ലോകത്തിൻ്റെ ചരിത്രത്തിൽ മൊത്തം സംഭവിച്ചതും അതാണ്. ഇടതുപക്ഷങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള അപജയം എന്ന് പറയുന്നത് ഭരണാധികാരത്തിലേക്ക് വരുമ്പോൾ അധികാരവും അവരുടെ പ്രത്യയശാസ്ത്രവും തമ്മിൽ വലിയൊരു വൈരുദ്ധ്യം ഉടലെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിലും കടന്ന് പിന്നെ ഏകാധിപത്യ പ്രവണത വളരെയധികം രൂക്ഷമായ ഒരു കാലഘട്ടമാണ് കടന്നുപോയത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാറുന്നത് നല്ലതാണ്, അത് അവർക്കും നല്ലതാണ്. മാറി നിന്ന് ചിന്തിക്കാനും തിരുത്താനും ഒക്കെയുള്ള ഒരു അവസരം എന്ന രീതിയിലും ഈ ഇലക്ഷനെ അവരെ കാണേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഈ സർക്കാർ മാത്രമല്ല, ഏത് സർക്കാർ വന്നാലും അവർക്ക് പിന്നെ അധികാരത്തിലേക്ക് വരണമെങ്കിൽ ആരെയൊക്കെ കൂട്ടുപിടിക്കണം എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അത് നമ്മൾ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഏത് പിന്നെ എന്താ പറയുക ജനവിരുദ്ധ കക്ഷികളുമായും ചേർന്ന്, പ്രത്യേകിച്ച് വർഗീയ കക്ഷികളായിട്ട് ചേർന്ന്, മതകക്ഷികൾ, സാമുദായിക കക്ഷികൾ ഇവരൊക്കെ ആയിട്ട് ചേർന്നിട്ട് അധികാരത്തിൽ നിലനിൽക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അപ്പോൾ അധികാരത്തിൽ നിലനിൽക്കാൻ വേണ്ടി അവരവർ വിശ്വസിക്കുന്ന നിലപാടുകളിൽ വെള്ളം ചേർക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആളുകളൊക്കെ ആയിട്ട് കൂട്ടുകൂടുക എന്ന് പറഞ്ഞാൽ അത് അക്രമമാണ്, ശരിക്കും അക്രമമാണ്. കാരണം പിന്നെ നമുക്കറിയാവുന്നതുപോലെ കേന്ദ്രത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ അതിൻ്റെ മതേതര ജനാധിപത്യ സ്വഭാവത്തിൽ നിന്ന് മാറ്റി ഒരു മതരാഷ്ട്രമാക്കി തീർക്കാനുള്ള പ്രവർത്തനങ്ങളാണ്. അവരുടെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം അതാണ്. അവരതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യ അതല്ല എന്നും ഇന്ത്യ ഒരു ജനാധിപത്യ ശക്തിയാണ് എന്നുള്ളതും ഒരു ഫെഡറൽ സംവിധാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതും മനസ്സിലാക്കേണ്ടത് ജനങ്ങളാണ്. ജനങ്ങളുടെ തീരുമാനമാണ് അതിനെ തിരുത്താൻ വേണ്ടി ഉണ്ടാവേണ്ടത്. തീർച്ചയായിട്ടും അതിപ്പോൾ ഞാൻ പറയാതെ തന്നെ നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നാരായണ ഗുരുവിൻ്റെ പിന്നെ ദർശനങ്ങൾ, അല്ലെങ്കിൽ അത് കേരളം ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നതും ഏറ്റവും പ്രിയപ്പെട്ടതും നമ്മെ ഏറ്റവും മാറ്റി നിർത്തുന്നതായിട്ടുള്ള ദർശനങ്ങളാണ്. അതിൽ വെള്ളം ചേർക്കുന്ന നയങ്ങളാണ് അദ്ദേഹം തുടർന്ന് പോരുന്നത്. തന്നെയുമല്ല ഭരണാധികാരത്തിൻ്റെ ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹത്തിന് ആരുമായിട്ട് കൂട്ടുകൂടണം എന്നുള്ള ഒരു പ്രശ്നം തന്നെ അദ്ദേഹത്തിനുണ്ട്. ഈ മതശക്തികൾ, സാമുദായിക ശക്തികൾ, അതുപോലെ തന്നെ വർഗീയ കക്ഷികൾ, ഇവർക്കൊക്കെ അവരുടെ സ്വന്തം നിലയിൽ മത്സരിക്കാവുന്നതാണ്.
ഓരോ മതവും അതിൻ്റെ സ്വന്തം നിലയിൽ മത്സരിച്ചോട്ടെ. ഇവരെന്തിനാണ് ഈ രാഷ്ട്രീയ കക്ഷികളുടെ കൂടെ കൂട്ടുകൂടുന്നത്? അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികൾ എന്തിനാണ് അവരെ കൂട്ടുപിടിക്കുന്നത്? ഈ ഒരു ചോദ്യം ജനങ്ങൾ ചോദിക്കുന്നില്ല. ഏതെങ്കിലും ഒരു മത, സാമുദായിക, ജാതി ശക്തിയുമായി കൂട്ടുകൂടിയവരെ ഒഴിവാക്കാൻ ജനങ്ങൾ പരിശ്രമിക്കണം. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ശുദ്ധ നിലയിൽ വരട്ടെ. തീർച്ചയായിട്ടും മതവും അധികാരവും കൂട്ടുകൂടുന്നിടത്താണ് എല്ലാ വിധത്തിലുള്ള നാശവും സംഭവിച്ചതായിട്ട് നമ്മൾ കാണുന്നത്. ജനാധിപത്യത്തിൻ്റെ നാശം. ഓക്കെ.